Hi friends, welcome back to our channel Arus Mom. ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ കയ്യിലുള്ള പഴയ കാർഡ്ബോർഡും അതുപോലെ തന്നെ പഴയ ടീ-ഷർട്ടും യൂസ് ചെയ്തിട്ട് നമുക്കൊരു അടിപൊളി ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ കൂടെ വരും, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും, പെട്ടെന്ന് തന്നെ വീഡിയോസ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതേപോലെയുള്ളൊരു കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക. അതിനുശേഷം ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ടീ-ഷർട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ നമ്മുടെ ടീ-ഷർട്ടിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഷോൾഡറിൻ്റെ ആ ഭാഗം വെച്ചിട്ട് സ്ലീവ് കട്ട് ചെയ്ത് മാറണം. അതുപോലെ തന്നെ നെക്കിൻ്റെ തൊട്ട് താഴത്ത് വെച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. ഒരു രീതിയിൽ നമ്മുടെ ടീ-ഷർട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ടീ-ഷർട്ട് നമ്മുടെ കാർഡ്ബോർഡ് ബോക്സിന്റെ പുറത്ത് പയ്യെ ഇട്ട് കൊടുക്കുകയാണ്. ഈ കാർഡ്ബോർഡിന് ഇത്രയും ഹൈറ്റ് വേണ്ട എങ്കിൽ അതിന്റെ ഹൈറ്റ് കുറച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ടീ-ഷർട്ടിൻ്റെ അടിഭാഗം ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇത് 2 സൈഡും ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുത്തെടുക്കുക. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ കണ്ടെന്നൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമ്മുടെ ഓർഗനൈസറിൻ്റെ അടിഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ബാക്കി ഒട്ടിക്കാനുള്ള ഭാഗം ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഫുള്ള് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തില്ല, ആ സ്ലീവിൻ്റെ ഒരു പോർഷൻ വെച്ചിട്ട് ഒട്ടിച്ച് ഫുള്ള് ബ്ലൂ ആക്കി എടുക്കാം. ഇനി നമ്മൾ വേണ്ടത്, നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റില്ലേ, മേലെ ഭാഗത്തുനിന്ന് 4 സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റില്ലേ, ആ കട്ട് ചെയ്ത് മാറ്റില്ല നീളമുള്ള 2 എണ്ണം എടുത്തിട്ട് ടേപ്പ് ഉപയോഗിച്ചിട്ട് അത് ഒട്ടിച്ച് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം അത് വേറൊരു തുണി കൊണ്ട് അതിനെ ഫുള്ള് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുക. നമ്മൾ ആ കവർ ചെയ്തെടുത്ത ആ ഭാഗം മേലെ വരുന്ന രീതിയിൽ അത് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. കുറച്ച് അടിഭാഗം കുറച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതും കൂടെ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നത്. നമ്മുടെ ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതൊന്ന് ഭംഗിയാക്കി എടുക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഓർഗനൈസറിൽ തുണികൾ എങ്ങനെ അടുക്കി വയ്ക്കാം നോക്കാം. നമ്മുടെ എല്ലാ തുണികളും അടുക്കി വയ്ക്കാം. ഓരോ സെറ്റായിട്ട് അടുക്കി വയ്ക്കാം. ബെഡ്ഷീറ്റ് അടുക്കി വയ്ക്കാം, നമ്മുടെ കുർത്താസ് അതൊക്കെ അടുക്കി വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ജെൻസിൻ്റെ ഷർട്ട്, ടീ-ഷർട്ട്, അതുപോലെ നമ്മുടെ ലെഗിൻസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് അടുക്കി വയ്ക്കാം. ഞാനിപ്പോൾ എൻ്റെ കുറച്ച് ചുരിദാറും കുർത്തയൊക്കെയാണ് അടുക്കി വയ്ക്കുന്നത്. പിന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് ടൈം ലാഭിക്കാനും ഒക്കെ സഹായിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ തപ്പിയെടുക്കുമ്പോൾ വേഗം തന്നെ നമുക്ക് എടുക്കാനും സാധിക്കും. ഇങ്ങനെയുള്ള ഓർഗനൈസർ, പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഓർഗനൈസർ അവൈലബിൾ ആണ്. ഒരുപാട് ചെറിയ പൈസയ്ക്ക് തന്നെ അവൈലബിൾ ആണ്. എങ്കിലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അതൊന്നുകൂടെ റീയൂസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. കാരണം അത് വെറുതെ വേസ്റ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ള ഓർഗനൈസറൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. എപ്പം പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ തൊട്ടടുത്ത് ബെൽ ഐക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ.
അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.